പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗംഗയ്ക്കും വിനീതിനും ആദ്യരാത്രി ഒരുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ശാരദയും രാധമ്മയും കാവേരിയും. അമ്മേ, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഫസ്റ്റ് നൈറ്റിൽ വധുവരന് കൊടുക്കാൻ പാലും പഴവും ഒക്കെ ആയി പോകുന്നത്? അതൊക്കെ സെറ്റ് ചെയ്യണ്ടേ എന്ന് കാവേരി ചോദിക്കേ. യു ഫൂൾ, അത്രേ നീയൊക്കെ എത്തിയിട്ടുള്ളൂ, വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ബാക്കി കിടക്കല്ലേ എന്ന് പറഞ്ഞ അച്ഛമ്മ വീട്ടിനകത്തേക്ക് കയറി പോവുക. ഇനിയും വെറൈറ്റി സംഭവങ്ങളോ? ഈ അച്ഛമ്മ പുലിയാണല്ലോ അമ്മേ എന്ന് കാവേരി അമ്മയോടായി പറയും. പുലിയല്ല, പൂപ്പുലി. എന്റെ ആദ്യരാത്രി കൊളാക്കാൻ ഈ പുലി എന്തൊക്കെയാ ചെയ്തെന്നറിയോ? ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലെ അച്ഛമ്മ വന്ന് കിടന്നു കളഞ്ഞെന്നേ. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴേ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു ശബ്ദം, അരവിന്ദ, എനിക്കിവിടെ മനസമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. അത് കേൾക്കെ കാവേരിയും, എപ്പോഴാ അമ്മ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേ. കൊള്ളാലോ, നീ പോടി അവിടുന്ന്, എന്തൊക്കെയാ അറിയണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് ശാരദ വീടിനകത്തേക്ക് കയറി പോവുകയാണ്. അമ്മേ നിക്കമ്മേ, പറയമ്മേ എന്ന് പറഞ്ഞ് കാവേരിയും അമ്മയുടെ പുറകെ പോകുന്നുണ്ട്. അവിടെ ഗംഗയുടെ റൂമിൽ കട്ടിലിരിക്കുകയാണ് ഗംഗ. അരികെ തന്നെ യമുനയും നിളയുമുണ്ട്. അവളുടെ ആഭരണങ്ങളും താലിയും എല്ലാം പിടിച്ചു നോക്കി നിള ചോദിക്കുന്നുണ്ട്, എന്റെ കഴുത്തിലും ഇങ്ങനത്തെയാ കെട്ടെന്ന്. എന്താടി, നിനക്ക് ധൃതിയായോ എന്ന് യമുനയും ചോദിക്കുക. ഗംഗ അവളോടായി പറയുന്നുണ്ട്, നിന്റെ കഴുത്തിലും ഇത് തന്നെയാ കെട്ടുക, പക്ഷേ അതിനിനിയും കുറെ വർഷം കഴിയണമെന്ന്. എത്ര വർഷം എന്ന് നിള ചോദിക്കെ. ഒരു 12-13 വർഷമെങ്കിലും കഴിയുമെന്ന് ഗംഗേച്ചി വിനീതേട്ടനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഞങ്ങളെയൊക്കെ ആരാ കല്യാണം കഴിക്കുക എന്ന് നിള ചോദിക്കെ. നീ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും ഒരു അടിപൊളി ചെക്കനെ നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിക്കും, പിന്നെ ആഘോഷമായിട്ടൊരു കല്യാണം എന്ന് ഗംഗ പറയേ. അല്ല, എല്ലാ കല്യാണവും ആഘോഷമായിട്ടല്ലേ ഗംഗേച്ചി എന്ന് ചോദിക്കെ. ഇതങ്ങനെയല്ല, നാടടക്കം ക്ഷണമൊക്കെ നടത്തി ഒരു 10,000 പേർക്കെങ്കിലും ക്ഷണമുണ്ടാവുമെന്ന് ഗംഗേച്ചി പറയുന്നത് കേൾക്കെ. 10,000 പേർക്കോ എന്നമ്പരപ്പോടെ നിളയും ചോദിക്കുക. ഗംഗേച്ചിയുടെ കല്യാണം ഇങ്ങനെയൊക്കെ ആയതിൽ വിഷമമുണ്ടോ എന്ന് യമുന ചോദിക്കെ. അങ്ങനെയൊന്നുമില്ല എന്ന് ഗംഗ പറയുമ്പോഴാണ് ഗംഗേച്ചിയെ വിനീതേട്ടൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി അങ്ങോട്ട് വരുന്നത്. വാ ചേച്ചി എന്ന് കാവേരി വീണ്ടും വിളിക്കെ. ഗംഗ അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഗംഗേച്ചി പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ എന്ന് നിളയും പറയുന്നുണ്ട്. കാവേരി ഗംഗയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും നിളയൊന്ന് പിച്ചിക്കൊണ്ട്, ഒന്ന് മിണ്ടാതിരിക്കടേ ഗംഗേച്ചി, ഇനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് യമുന പറയെ സംശയത്തോടെ. പിന്നെ എന്ന് നിളയും ചോദിക്കുക. ഗംഗേച്ചി ഇനി മുതലേ വിനീതേട്ടന്റെ റൂമിലാ കിടക്കാൻ പോകുന്നേ എന്ന് യമുന ഒരു നാണത്തോടെ പറയെ. അതെന്ത് പരിപാടിയാ എന്ന് നിളയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാ, കല്യാണം കഴിഞ്ഞാലേ ഭാര്യ ഭർത്താവിന്റെ ഒപ്പമാ കിടക്കുക എന്ന് യമുന പറയെ. അപ്പോ കാവേരിച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ കാവേരിച്ചിയും പോവില്ലേ എന്ന് നിള ചോദിക്കുന്നുണ്ട്. പോവും എന്ന് യമുന പറയെ. അപ്പോ യമുനേച്ചിന്റെ കല്യാണം കഴിഞ്ഞാൽ യമുനേച്ചിയും പോവില്ലേ എന്ന് നിളയും. പോവണ്ട പിന്നെ എന്നൊരു ചിരിയോടെ യമുന പറയെ. അപ്പോ ഞാൻ മാത്രം ഒരുപാട് കാലം ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ടി വരും എന്നവൾ സങ്കടത്തോടെ പറയെ. അപ്പോഴേ നീ നിന്റെ അമ്മയുടെ കൂടെ പോയി കിടന്നാ മതിയെന്ന് യമുന. എന്തിനാ അപ്പോഴാക്കുന്നേ, ഞാൻ ഇപ്പൊ തന്നെ പോവാം എന്ന് പറഞ്ഞ് നിള എഴുന്നേറ്റ് അമ്മയുടെ കൂടെ കിടക്കാനായി പോവുകയാ. അവിടെ മണിയറയായി അലങ്കരിച്ച ഗസ്റ്റ് റൂമിൽ ഗംഗ വരുന്നതും കാത്തിരിപ്പ വിനീത്. കയ്യിൽ പാൽ ഗ്ലാസും കൊടുത്ത് കാവേരിയും അച്ചമ്മയും കൂടി ഗംഗയെ വിനീതിന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് കയറ്റി ഡോർ അടയ്ക്കുന്നുണ്ട്. അവളെ കണ്ട് കട്ടിലിരിക്കുകയായിരുന്ന വിനീതും ഒരു പതർച്ചയോടെ ഗംഗ വരൂ എന്ന് വിളിക്കെ അവൾ പാൽ ഗ്ലാസുമായി അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഇരിക്കൂ എന്നവൻ പറയെ. ഗംഗ ഇരിക്കാനായി തുടങ്ങുമ്പോഴേക്കും വിനീത് പേടിയോടെ എഴുന്നേൽക്കുകയാണ്. ഗംഗയും പെട്ടെന്ന് എഴുന്നേറ്റ് എന്തു പറ്റി എന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്നൊരു പേടിയോടെ പറഞ്ഞ് ഇരിക്കെന്ന് പറയെ. ഗംഗ വീണ്ടും കട്ടിലേക്ക് ഇരിക്കുക, കൂടെ അവനും. പരസ്പരം ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കുക രണ്ടുപേരും. വിനീതിന്റെ കൈകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പേടിയോടെ അവനും മനസ്സിൽ പറയുന്നുണ്ട്, കൂൾ വിനീത് കൂൾ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഒരുപാട് നാളായി നീ മനസ്സിൽ കണ്ട സ്വപ്നമല്ലേ ഗംഗ നിനക്കൊപ്പം ഒരേ ബെഡിൽ അവൾ നിന്റെ ഭാര്യയായി, പിന്നെ നീ ആരെയാ പേടിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ധൈര്യം പകർന്നു. ഗംഗയുടെ മുഖത്തേക്ക് നോക്കി അവന് വീണ്ടും പേടിയാവുകയാ. പിന്നീട് അവൻ തന്റെ വിറയ്ക്കുന്ന കൈകളിലേക്ക് നോക്കി, ദേ ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളാണല്ലോ അല്ലേ? പാരട്ട സ്വഭാവം, ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? ശരി, സംസാരിച്ചിരിക്കാം എന്ന് ധൈര്യം സംഭരിച്ച് ഗംഗയെ എന്ന് വിളിക്കുമ്പോഴേക്കും അവന്റെ ശബ്ദമിടറി പോവുകയാ. അത് കേൾക്കെ ഗംഗയും വാ പൊത്തിച്ചിരിക്കുന്നുണ്ട്. ചമ്മല് മറയ്ക്കാൻ വെള്ളം എന്നവൻ പറയേ. അവൾ ആ പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പാലാദ്യം കുടിക്കണമെന്ന് പറഞ്ഞു. കുടിക്കാൻ പറ്റോ എന്ന് ചോദിക്കേ. പിന്നെന്താന്ന് ചോദിച്ച് വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ പാൽ ഗ്ലാസ് വാങ്ങിക്കുമ്പോഴേക്കും കുറച്ചു പാലെല്ലാം താഴെ തൂവി പോവുകയാ. അവർ രണ്ടുപേരും ഒന്നിച്ചത് നോക്കുമ്പോഴേക്കും അവരുടെ നെറ്റി തമ്മിൽ മുട്ടുന്നുണ്ട്. ഒരു നിമിഷം പരസ്പരം പ്രണയത്തോടെ അങ്ങനെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഗംഗ പെട്ടെന്ന് നോട്ടം പിൻവലിച്ച് തലയുയർത്തുമ്പോഴേക്കും അവനവളുടെ നെറ്റി തടവി കൊടുക്കാൻ തുടങ്ങുകയാ. സാരമില്ലെന്ന് അവൾ പറയെ. തറയിലേക്ക് നോക്കിക്കൊണ്ട്, തറയിലേക്ക് ആയല്ലോ പാല് എന്ന് വിനീത് പറയുന്നത് കേൾക്കെ. ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞ് ഗംഗ എഴുന്നേൽക്കുക. അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി ഒരു പേപ്പർ മുറിച്ചെടുത്തു കൊണ്ടുവന്ന് ആ പാൽ തുടയ്ക്കാൻ തുടങ്ങുകയാ.
അപ്പോഴേക്കും ഗംഗയും ഒരു തുണിയുമായി വന്ന് ഞാൻ തുടയ്ക്കാമെന്ന് പറയേ. വേണ്ട, അങ്ങോട്ടിരിക്കെന്ന് പറഞ്ഞ് വിനീത് തന്നെ അത് മുഴുവൻ തുടയ്ക്കുകയാ. വീണ്ടും അവൻ പാൽ ഗ്ലാസുമായി കട്ടിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും അല്ല, പാല് കുടിക്കുന്ന ഗംഗയും പറയുകയാ. അവനും ഒരു കവിൾ പാല് കുടിച്ചുകൊണ്ട് മുട്ടണല്ലോ, അല്ലേ കൊമ്പ് മുളയ്ക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ നേരെ തിരിയുമ്പോഴേക്കും അവൾ പേടിച്ച് പിന്നോക്കം പോവുകയാ. അതും പൊളിഞ്ഞു, എന്നാലും മുട്ടാതെങ്ങനെയാ? പതറരുത് വിനീത്, പതറരുത്, ഇത് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഗംഗെ, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യ, സമ്മതിച്ചേ പറ്റൂ. ഗംഗ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞവൻ പാൽ ഗ്ലാസ് തറയിലേക്ക് വെച്ച് ഗംഗയുടെ നേരെ തിരിഞ്ഞിരിക്കുമ്പോഴേക്കും ഗംഗയും ഒരു പതർച്ചയോടെ പിന്നോക്കം പോകുന്നുണ്ട്. ഗംഗയും ആകെ പരിഭ്രമത്തോടെ ഇരിക്കുമ്പോഴേക്കും അവൻ ഗംഗയുടെ നെറ്റി തന്റെ നെറ്റിയുമായി കൂട്ടിമുട്ടിക്കുക. സന്തോഷത്തോടെ അവൻ പറയുന്നുണ്ട്, ഇപ്പൊ ഓക്കെ ആയി, ഇനി കുഴപ്പമില്ല. രണ്ടാൾക്കാരുടെ തല തമ്മിൽ കൂട്ടിമുട്ടിയാ പിന്നൊരു തവണ കൂടി കൂട്ടിമുട്ടണം, ഇല്ലെങ്കിലേ കൊമ്പ് മുളയ്ക്കും. അമ്മമ്മ പറഞ്ഞതാ, അമ്മമ്മ പറഞ്ഞാ തെറ്റില്ല എന്നവൻ പറയുന്നത് കേൾക്കെ ഗംഗയും ആശ്വാസത്തോടെ ഇരിക്കുക. പിന്നീട് അവൻ തറയിൽ വെച്ച പാൽ ഗ്ലാസ് എടുത്ത് ദാ പാല് കുടിക്കെന്ന് പറഞ്ഞ് ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കേ. ഗംഗ പേടിച്ചു പോയോ? ഞാനങ്ങനെ ഉപദ്രവിക്കുന്ന മട്ടൊന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വിനീതിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ആ കോൾ കട്ട് ചെയ്ത്, അതെ സെലിമിക്കയില്ലേ, അങ്ങേരുടെ കോൾ സെറ്റായതിന്റെ റിംഗ് ടോണാ, എന്തിനാണോ എന്തോ രാത്രി വിളിച്ചത് എന്ന് പറഞ്ഞ് കോട്ടുവായിട്ട് കൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, 2 ദിവസം ഉറങ്ങാത്തതിന്റെ. ഗംഗ കിടന്നോ താ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങിക്കുമ്പോഴേക്കും അവളും ചെന്ന് ബെഡിലേക്ക് കിടക്കുകയാ. അവൻ പെട്ടെന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗംഗ അവനെ സ്നേഹത്തോടെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അവളെ പ്രണയത്തോടെ നോക്കി നിന്ന വിനീതിനെ കാണേ അവളും കണ്ണടച്ച് കിടക്കുകയാ. അവനും സന്തോഷത്തോടെ ഗംഗ ഉറങ്ങുന്നത് നോക്കി ബെഡിലിരിപ്പാ. രാവിലെ ഗംഗ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ബെഡിന്റെ അപ്പുറത്തെ സൈഡിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന വിനീതിനെയാണ്. അവൾ സ്നേഹത്തോടെ വിനീതിനെ ഒന്ന് നോക്കി ഒരു പുഞ്ചിരിയോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ രാജേശ്വരിയുടെ റിസോർട്ടിലെ സിറ്റ് ഔട്ടിലിരുന്ന് രാജേശ്വരി പത്രം നോക്കുമ്പോഴാണ് നിവിൻ ഉറക്കമുണർന്ന് അങ്ങോട്ട് വരുന്നത്. ഇന്നലെ രാത്രി എപ്പോ വന്നു എന്ന് രാജേശ്വരി ചോദിക്കേ. നേരത്തെ വന്നല്ലോ. അമ്മ ഇന്നലെ നേരത്തെ ഉറങ്ങിയല്ലേ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ 10:30 വരെ നിന്നെ നോക്കിയിരുന്നു, അത് കഴിഞ്ഞിട്ടാ ഉറങ്ങാൻ പോയതെന്ന് അമ്മ പറയുമ്പോഴേക്കും മുറ്റത്തൂടെ പോവുകയായിരുന്ന ആസിഫും വിളിച്ചു പറയുന്നുണ്ട്, നിവിൻ ഫുൾ ബിസി അല്ലേ ആന്റി, ഇന്നലെ തന്നെ ഒരു കല്യാണം നടത്തി കൊടുക്കാനുണ്ടായിരുന്നു. നിവിൻ ഇല്ലായിരുന്നെങ്കിൽ അതെങ്ങനെ നടന്നേനെ. അത് കേൾക്കാൻ നിവിനും നീ പോയേ ചായ എടുത്തിട്ട് വാ ചെല്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നു. അപ്പോഴേക്കും രാജേശ്വരിയും ശരിയാണല്ലോ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഇന്നലെ ഒരു കള്ള കല്യാണം നടന്നതായി അറിഞ്ഞല്ലോ എന്ന് പറയേ. കള്ള കല്യാണോ? ഇന്നലെ അവിടെ ഒരു കല്യാണമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലാണെങ്കിൽ പെണ്ണിന്റെ ബന്ധുക്കളും ഉണ്ടായിരുന്നല്ലോ എന്ന് നിവിൻ പറയേ. പിന്നെന്താടാ നാട്ടുകാരെയൊക്കെ വിളിച്ച് കല്യാണം നടത്താതിരുന്നത് എന്ന് രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്. അത് വിനീതിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് യോജിപ്പില്ലായിരുന്നമ്മേ എന്ന് നിവിൻ പറയേ. സ്വന്തം ഏട്ടന്റെ മകളായിട്ടും സുജാതയ്ക്ക് ആ കല്യാണത്തോട് യോജിപ്പില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വിശേഷം ആലോചിച്ചാൽ മതി, അതുകൊണ്ടാ നിന്നെ ഞാൻ ആ വീട്ടിൽ പോകുന്നതിന്ന് വിലക്കിയത് എന്ന് രാജേശ്വരി പറയുമ്പോഴേക്കും ആസിഫ് അവന് ചായ കൊണ്ടു കൊടുക്കുകയാ. അവനത് കുടിക്കാൻ തുടങ്ങിക്കൊണ്ട് അല്ല അമ്മ ചായ കുടിച്ചോ എന്ന് ചോദിക്കേ. ഓ, അമ്മയുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ളൊരു മോൻ, നീ നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നാ മതി എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അമ്മേ, വിനീതിന്റെ കല്യാണം വരെ എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ കല്യാണത്തിന് എങ്ങനെയാ അമ്മ പോവാണ്ടിരിക്കുന്നത് എന്നവൻ ചോദിക്കേ. ശരി, ഇനി അവരുമായിട്ടുള്ള സമ്പർക്കം വേണ്ടെന്ന് വെക്കാലോ എന്ന് രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്. അമ്മേ, കല്യാണം കഴിഞ്ഞ് വിനീത് അവരുടെ വീട്ടിലാ താമസിക്കുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ എങ്ങനെ പോവാതിരിക്കും എന്ന് നിവിൻ ചോദിക്കേ. രാജേശ്വരിയും ദേഷ്യത്തോടെ എഴുന്നേറ്റ്, നിവിൻ പഠിക്കാനെന്ന് പറഞ്ഞ് നീ ടൗണിൽ നിന്നപ്പോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ഞാനാ, പക്ഷെ ഇപ്പോ എന്ന് ദേഷ്യത്തോടെ അമ്മ പറയുന്നത് കേൾക്കെ ഇത്രയൊക്കെ പറയാൻ ഇവിടെ എന്തുണ്ടായി അമ്മേ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അതിടപഴകാൻ കൊള്ളാത്തൊരു കുടുംബമാണ് നിവിൻ, കൈവെള്ളയിൽ കൊണ്ട് നടന്നതാ ജയബാലേട്ടൻ അവരെ, എന്നിട്ട് ജയബാലേട്ടനോട് അവര് ചെയ്തത് കണ്ടില്ലേ എന്നമ്മ ചോദിക്കേ. ഓ, എന്നിട്ട് ജയബാലങ്ങൾ അവിടെ കല്യാണത്തിന് ഉണ്ടായിരുന്നല്ലോ എന്ന് നിവിനും. അത് ജയബാലേട്ടന്റെ അന്തസ്, നിന്നോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട എന്ന് രാജേശ്വരി തീർത്തു പറയേ. ദേഷ്യത്തോടെ ഇന്നാ പിടിക്ക് എന്ന് പറഞ്ഞ് ആ ചായക്കപ്പ് ആസിഫിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് നിവിൻ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ട് പോകുന്നു നിവിൻ എന്ന് അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഒരേ വിഷയം തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എത്ര നേരം ഇവിടെ നിൽക്കുന്നേ എന്ന് നിവിൻ പറയേ. ശരി, നമുക്ക് ഈ സബ്ജക്റ്റ് എന്നേക്കുമായി ക്ലോസ് ചെയ്യാം, ഇനി ഒരിക്കലും അവിടെ പോവില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നേ എന്ന് രാജേശ്വരി പറയേ. ഈ ആവശ്യം അമ്മയുടേതോ അതോ ജയപാലൻ അങ്കിളിന്റേതോ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. ആരുടേതായാലെന്താ, സത്യം ചെയ്യ എന്ന് രാജേശ്വരി പറയേ. അമ്മയുടെ തലയിലേക്ക് കൈവച്ച് പെട്ടെന്നത് ആസിഫിന്റെ തലയിലേക്ക് മാറ്റി. ശരി, സത്യം ചെയ്യാം, സത്യമായിട്ടും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്ന് ആസിഫിന്റെ തലയിൽ കൈവച്ച് പറഞ്ഞ് നിവിൻ അവിടെ നിറങ്ങി പോവുകയാണ്. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുന്നതിനു പകരം അവൻ എന്തിനാ നിന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തത് എന്ന് രാജേശ്വരി സംശയത്തോടെ ചോദിക്കുക. ആന്റി, അവൻ അവിടെ പോവാതിരിക്കാൻ പറ്റത്തില്ല, അത് തന്നെ കാര്യം എന്ന് ആസിഫും. ദേഷ്യത്തോടെ രാജേശ്വരിയും ഇറങ്ങിപ്പോകെ. തല മാത്രമായി എവിടെയെങ്കിലും ഇൻഷൂർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം
എന്ന് ടെൻഷനോടെ പറഞ്ഞു നിൽപ്പ ആസിഫും. അവിടെ രാധമ്മ മുറ്റത്തെ ചെടികൾക്കിടയിലെ കള പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശാരദ ചായയുമായി അങ്ങോട്ട് വന്ന് രാധമ്മയ്ക്ക് ചായ കൊടുക്കുന്നത്. കാവേരിയും പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്ന് ഒരു ചായ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ പല്ല് തേച്ചോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഇത്രയും വലിയ ആന പല്ല് തേക്കാറുണ്ടോ എന്ന് കാവേരി ചോദിക്കേ. ആണോ? എന്നാ ഇത്രയും വലിയ ആന ചായ കുടിക്കാറുമില്ല എന്ന് അമ്മയും പറയേ. അമ്മേ, വെള്ളത്തിന് ഐസിന്റെ തണുപ്പ, തൊടാൻ പറ്റുന്നില്ല എന്ന് കാവേരി പറയേ. ആണോ? ആ ഐസ് പോലത്തെ പച്ച വെള്ളത്തിൽ തന്നെയാ ഞാനും പല്ല് തേച്ചത്. ഗംഗയല്ലേ അമ്മ വെള്ളം ചൂടാക്കി ഇടാറുള്ളത് എന്ന് ശാരദ അമ്മയോടായി പറയേ. ഗംഗ എഴുന്നേറ്റോടി എന്ന് രാധമ്മയും ചോദിക്കുന്നു. അറിയില്ലമ്മ എന്ന് ശാരദ പറയുമ്പോഴേക്കും ഗംഗയും സീറ്റൗട്ടിലേക്ക് വരികയാ. അവളെ കണ്ട് ദേ ഗംഗേച്ചി വന്നു എന്ന് കാവേരിയും പറയുന്നുണ്ട്. ഗംഗ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നീ അവൾക്ക് മാറാനൊന്നും കൊടുത്തില്ലായിരുന്നോടി എന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. അയ്യോ മറന്നുപോയമ്മ എന്ന് ശാരദ പറയുമ്പോഴേക്കും കാവേരി പെട്ടെന്നൊരു ചായ എടുത്ത് കുടിക്കുകയാ. ശാരദ കാവേരിയെ വഴക്ക് പറയുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് മോളെ എന്ന് അച്ഛമ്മ ഗംഗയോടായി പറയുന്നുണ്ട്. അതുകൊണ്ട് ശാരദ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ഗംഗയും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഒരു ചിരിയോടെ ഇന്നലെ രാത്രി ഉറക്കം സുഖമായിരുന്നു മോളെ എന്ന് രാധമ്മ ചോദിക്കേ. ആ എന്ന് ഗംഗയും. എന്ന് വെച്ചാ എന്ന് സംശയത്തോടെ അച്ഛമ്മ ചോദിക്കേ. സുഖമായിട്ട് ഉറങ്ങി എന്ന് ഗംഗയും. കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയോ എന്ന് അച്ഛമ്മ ചോദിക്കേ. ഉറങ്ങിയല്ലോ എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ രാധമ്മ ശാരദയെ നോക്കുന്നുണ്ട്. മോളെന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത്? കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കൂടായിരുന്നോ എന്ന് രാധമ്മ ചോദിക്കേ. ഇതിലും നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ ഞാൻ. ഒരു കാര്യവുമില്ലാതെ ഇന്ന് കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. ഇനി വേണം വെള്ളമൊക്കെ ചൂടാക്കാൻ എന്ന് പറഞ്ഞ് ഗംഗ പോവാൻ തുടങ്ങുമ്പോഴേക്കും ശാരദ അവളെ വിളിച്ച് മോള് രാവിലെ കുളിച്ച് ആ വേഷമൊക്കെ ഒന്ന് മാറ് എന്ന് പറയേ. ഈ നേരത്ത് ഞാൻ കുളിക്കാറില്ലല്ലോ, പോരാത്തതിന് നല്ല തണുപ്പും എന്ന് ഗംഗയും. അത് സാരമില്ല, ഇന്ന് കുളിച്ചോ, ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. പുതുപ്പെണ്ണിനെ കാണാൻ ചിലപ്പോ ആരെങ്കിലും ഒക്കെ വന്നാലോ എന്നമ്മ പറയേ. ഇവിടെ എന്നെ കാണാൻ ആര് വരാനാ? ഏതായാലും അമ്മയുടെ നിർബന്ധമല്ലേ, കുളിച്ചേക്കാം. അച്ഛമ്മ കുടിച്ചു കഴിഞ്ഞോ? ആ കപ്പ് ഇങ്ങുതാ എന്നവൾ പറയേ. അച്ഛമ്മ കപ്പ് കൊടുക്കുമ്പോഴേക്കും അത് വാങ്ങിക്കൊണ്ട് ഗംഗ അവിടുന്ന് പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും ശാരദ അമ്മയോടായി അമ്മയ്ക്ക് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടാ എന്ന് പറയേ. എന്തുവാടി എന്ന് രാധമ്മയും. അമ്മ കാവേരി ഇവള് നിൽക്കുമ്പോഴാണോ ഓരോന്ന് കൂത്തി കൂത്തി ചോദിക്കുന്നത്? അവൾ എന്താ വിചാരിക്കുക എന്ന് ശാരദ പറയേ. ഓ, ഇവളെ ഒന്നും അറിയാത്ത ഇള്ള കുഞ്ഞ്, ഇവളെ ഈ വിഷയത്തിൽ PhD എടുത്തിരിക്കുക എന്നവർ തമ്മിൽ രഹസ്യമായി പറയുമ്പോഴേക്കും കാവേരിയും വന്ന് എത്തി നോക്കുന്നുണ്ട്. PhDയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, രണ്ടുപേരെയും കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, ഇനി ബാക്കി കാര്യമൊക്കെ അവർ തന്നെ നോക്കിക്കോളും. നിങ്ങൾ ഓൾഡ് ജനറേഷൻ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇതാ കപ്പ് എന്ന് പറഞ്ഞ് കപ്പ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് കാവേരി അവിടുന്ന് പോവുകയാ. അപ്പോഴാണ് വിനീത് ഉറക്കമുണരുന്നത്. അവൻ ഗംഗയെ തിരഞ്ഞുകൊണ്ട് എവിടെ പോയി എന്ന് പറഞ്ഞെഴുന്നേറ്റ് ഡോർ തുറക്കാനായി ചെന്ന് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കട്ടിലേക്ക് തന്നെ വന്നിരിക്കുമ്പോഴേക്കും ഡോർ തുറന്ന് വിനീതേട്ടെന്ന് വിളിച്ച് നിള അങ്ങോട്ട് വരികയാ. വാ മോളെ എന്ന് വിളിച്ച് വിനീതും നിളയെ തന്റെ അരികിലേക്ക് ഇരുത്തുമ്പോഴേക്കും വിനീതേട്ടൻ ഇനി ഇവിടെ തന്നെ കാണോ എന്ന് നിള ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ, ഞാൻ പോണോ എന്ന് വിനീത് ചോദിക്കേ. വേണ്ട വിനീതേട്ടൻ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്കും സന്തോഷാ എന്ന് നിള പറയുന്നുണ്ട്. അവൻ നിളയെ ചേർത്ത് പിടിച്ച് നിളമോൾ എനിക്കൊരു സഹായം ചെയ്യൂ എന്ന് ചോദിക്കേ. പിന്നെന്താ എന്ന് നിളയും. ബ്രഷ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുവരൂ എന്ന് വിനീത് ചോദിക്കേ. എന്ത് ബ്രഷാ വിനീതേട്ടാ എന്ന് നിളയും. അവൻ ചിരിയോടെ പല്ല് തേക്കുന്ന ബ്രഷ് എന്ന് പറയേ. ഞാൻ ചേച്ചിയോട് പറയാമെന്ന് പറഞ്ഞ് നിള എഴുന്നേറ്റ് പോകുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അമ്മയെക്കുറിച്ചുള്ള സങ്കടം വിനീത് രാധമ്മയുമായി പങ്കുവെക്കുന്നതും താനൊരു യുദ്ധം തുടങ്ങാൻ പോവുകയാണെന്നും തന്റെ കൂടെ നിൽക്കണമെന്നും പറഞ്ഞ് വിശാലിനെ ജയപാലൻ തന്റെ വരുതിയിലാക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.